ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാൻ ഫാദർ ലിജോ കരുത്തി എന്നാണ് വീട്ടുപേര്. ഈ ഇടവകാംഗമാണ്. ഇരിഞ്ഞാലക്കുട രൂപതയുടെ ഔദ്യോഗികമായ തീർത്ഥാടന കേന്ദ്രമാണ് കനകമല കുരിശുമുടി ഇടവകയും തീർത്ഥാടന കേന്ദ്രവും. 1840 ഈ കുരിശുമുടിയിലേക്കുള്ള തീർത്ഥാടനം ഇവിടെ ആരംഭിക്കുന്നത്. ബഹുമാനപ്പെട്ട വലിയ വീട്ടിൽ അന്തപ്പനച്ചന് കിട്ടിയ ഒരു ദർശനത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് ഇവിടെ തീർത്ഥാടനം ആരംഭിക്കുന്നത്. പിന്നീട് ഇത് സെൻറ്റ് തോമസിൻ്റെ തീർത്ഥാടന കേന്ദ്രമായിട്ട് മാറുകയും വിശുദ്ധ തിരുശേഷിപ്പ് സ്ഥാപിക്കുകയും രൂപത ഔദ്യോഗികമായതിനെ തീർത്ഥാടന കേന്ദ്രമായിട്ട് പ്രഖ്യാപിക്കുകയും ചെയ്തു. ഇത് 86ാം തീർത്ഥാടനമാണ് ഈ വർഷം ഇവിടെ നടക്കുന്നത്. ഈ തീർത്ഥാടന കേന്ദ്രത്തെ സംബന്ധിച്ചിടത്തോളം ഞാൻ കുഞ്ഞുനാൾ മുതലേ അനുഭവിച്ച് വളർന്നിരുന്ന ഒരു ആത്മീയ സാന്നിധ്യമാണ് ഈ കനകമലയിലേത്. പ്രത്യേകിച്ച് ചെറുപ്പകാലം മുതലേ മല കയറാനും കുരിശിൻ്റെ വഴി പ്രാർത്ഥനയിൽ മലമുകളിൽ പങ്കുചേരാനും അവരുടെ തിരുക്കർമ്മങ്ങളിൽ പങ്കുചേരാനും ഒക്കെ നോമ്പുകാലത്ത് പ്രത്യേകിച്ചും ഒരുപാട് അവസരങ്ങൾ കിട്ടിയത് ഞാൻ ഓർക്കുന്നുണ്ട്. അത് ഒരു അനുഭവമായിട്ട് മനസ്സിൽ സൂക്ഷിക്കുകയും ചെയ്യുന്നുണ്ട്. ഈ തീർത്ഥാടന കേന്ദ്രം പ്രധാനമായും വലിയ നോമ്പിലെ 50 നാളുകളിലാണ് ഉണർന്ന് പ്രവർത്തിക്കുക. എല്ലാ വെള്ളിയാഴ്ചകളിലും മലമുകളിൽ വിശുദ്ധ കുർബാനയും തീർത്ഥാടകരുടെ കുരിശിൻ്റെ വഴി യാത്രയൊക്കെ ഉണ്ട്. 50 നോമ്പിൽ എല്ലാ ദിവസവും കുരിശിൻ്റെ വഴി പ്രാർത്ഥന ചൊല്ലി മലമുകളിലേക്ക് പോവുകയും മുകളിൽ വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുകയും ചെയ്യുന്നുണ്ട്. ഈ കർത്താവ് ഈശോ മിശിഹായുടെ പീഡാനുഭവത്തിൻ്റെ ഓർമ്മ സൂക്ഷിക്കുന്ന 50 നാളുകളിൽ കർത്താവിൻ്റെ പീഡകളോട് നമ്മളെ തന്നെ ചേർത്ത് വെച്ചുകൊണ്ട് 50 നാൾ മല കയറുന്ന വ്യക്തികൾ അനേകരാണ് ഇവിടെയുള്ളവർ. പുറമേ നിന്നും ഒരുപാട് പേർ അതിൽ പങ്കുചേരാൻ വേണ്ടി ഇവിടെ വരുന്നുണ്ട്. തമ്പുരാൻ കർത്താവ് തൻ്റെ ജീവിതത്തിൽ ഏറ്റെടുത്ത സഹനങ്ങളുടെ അനുസ്മരണം കുരിശിൻ്റെ വഴിയുടെ പ്രാർത്ഥന ചൊല്ലിക്കൊണ്ട് നമ്മൾ ഈ മല കയറുമ്പോൾ നമ്മുടെ ജീവിതത്തിലേക്കും ഏറ്റെടുക്കുകയാണ്. അവൻ്റെ പാടുപീഠകളോട് ചേർത്ത് നമ്മുടെ ജീവിതത്തെ സമർപ്പിച്ചുകൊണ്ടാണ് നമ്മൾ ഈ കുരിശിൻ്റെ വഴി മലമുകളിലേക്ക് പൂർത്തിയാക്കുക. അവിടെ ചെന്ന് അവൻ ഉത്ഥാനത്തെ ധ്യാനിക്കുമ്പോൾ യേശു നമുക്ക് വേണ്ടി പീഡകൾ സഹിക്കുകയും മരിക്കുകയും ഉദ്ധാരം ചെയ്തതെന്ന സത്യത്തെ നമ്മൾ ധ്യാനിക്കുകയും അതിനെ നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാക്കി മാറ്റുകയും ചെയ്യുകയാണ്. വലിയ ആത്മീയ അനുഭവമാണ് ഈ കനകമല കുരിശുമുടി നമുക്ക് പ്രദാനം ചെയ്യുന്നത്. ഇരിഞ്ഞാലക്കുട രൂപതയിലെ തൃശ്ശൂർ ജില്ലയിലെ തന്നെ ഏക തീർത്ഥാടന കേന്ദ്രമാണ് കുരിശുമുടി തീർത്ഥാടന കേന്ദ്രമാണ് ഈ കനകമലയിലേത്. എല്ലാവരെയും സ്നേഹത്തോടെ കനകമലയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. തമ്പുരാൻ്റെ കൃപ അനുഭവം നമുക്കെല്ലാവർക്കും ലഭിക്കട്ടെ എന്ന് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. താങ്ക് യു. ഇവിടെ 2 തീർത്ഥാടന കേന്ദ്രങ്ങളാണുള്ളത്. താഴെ നമ്മുടെ അടിപ്പള്ളി എന്ന് പറയും, അതിനെ സെൻറ് ആന്റണീസ് തീർത്ഥാടന കേന്ദ്രമെന്നും മുകളിലുള്ളതിനെ സെൻറ് തോമസ് തീർത്ഥാടന കേന്ദ്രം എന്ന് പറയുന്നത്. എല്ലാ വർഷവും അനേകം പേര് ഇവിടെ വന്ന് പ്രാർത്ഥിച്ചു പോകുന്നുണ്ട്. ഇത് പ്രാരംഭ സ്ഥലമാണ്. ഇവിടെ വന്നിട്ടാണ് വിശ്വാസികൾ പ്രാർത്ഥന ആരംഭിക്കുന്നത്. കുഞ്ഞുങ്ങൾ മാതാപിതാക്കളോടൊപ്പം മല കയറുന്നത് വളരെ സന്തോഷമുള്ളൊരു കാഴ്ചയാണ്. അതുപോലെ അനേകം യുവജനങ്ങൾ പ്രാർത്ഥനാപൂർവ്വം കുരിശിൻ്റെ വഴി ചൊല്ലി മല കയറുന്നത് കാണുമ്പോൾ വിശ്വാസം ക്ഷയിച്ചിട്ടില്ലെന്നും ഇനിയും നമുക്ക് വിശ്വാസ ജീവിതത്തെക്കുറിച്ച് പ്രതീക്ഷയുണ്ടെന്നും പലപ്പോഴും തോന്നിയിട്ടുണ്ട്. ഈ ഇടവജനത്തെ പ്രത്യേകം അഭിനന്ദിക്കേണ്ടതാണ്. അവർ പ്രാർത്ഥന കൊണ്ടും അധ്വാനം കൊണ്ടും സാമ്പത്തികമായ സഹകരണം കൊണ്ടും തീർത്ഥാടനം വിജയിപ്പിക്കാൻ കഠിനമായി പരിശ്രമിക്കുന്നവരാണ്. അവരെ പ്രത്യേകമായിട്ട് അഭിനന്ദിക്കുകയാണ്. ഞാനിവിടെ വന്നിട്ട് ഏകദേശം 3 ആഴ്ച ആവുന്നുള്ളൂ. അപ്പോൾ ഓരോരോ കാര്യങ്ങൾ കണ്ടും പഠിച്ചും വരുന്നുള്ളൂ. ഈ മലയ്ക്ക് ഏകദേശം 1.5 കിലോമീറ്ററോളം ദൂരമുണ്ട്. കഠിനമായ മലയാണ്. പക്ഷെ ആളുകളൊക്കെ പ്രാർത്ഥിച്ചും ധ്യാനിച്ചും കയറുന്നത് കാണുമ്പോൾ നമുക്ക് വളരെയേറെ സന്തോഷമുണ്ട്. എല്ലാ ദിവസവും രാവിലെ 4:30 മുതൽ മല കയറാനായിട്ട് ആരംഭിക്കുന്നുണ്ട്. രാവിലെ 6 മണിക്ക് വിശുദ്ധ കുർബാനയുണ്ട്. എല്ലാ ദിവസവും രാവിലെ 6 മണിക്ക് വിശുദ്ധ കുർബാനയുണ്ട്. പക്ഷെ എങ്കിൽ പോലും ആ രാവിലത്തെ 6 മണി കുർബാനയ്ക്ക് പോലും ഏകദേശം 30ഓളം പേര് എല്ലാ ദിവസവും നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതോടൊപ്പം തന്നെ എല്ലാ ദിവസവും വൈകിട്ട് മല കയറുന്നവർക്ക് വൈകിട്ടും 7 മണിക്ക് വിശുദ്ധ കുർബാനയുണ്ട്. ശനി ദിവസം ഞായർ ദിവസങ്ങളിൽ വെള്ളിയാഴ്ച ദിവസം 11 മണിക്കും അതോടൊപ്പം തന്നെ ഞായറാഴ്ച ദിവസം രാവിലെ 9 മണിക്കും ഒരു വിശുദ്ധ കുർബാന കൂടിയുണ്ട്. അതാണ് നമ്മുടെ മലമുകളിലെ വിശുദ്ധ കുർബാനയെ പറ്റിയുള്ള കാര്യങ്ങൾ. കേരളത്തിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്നുമുള്ള വിശ്വാസികൾ ജാതി മത ഭേദമന്യേ കനകമലയിലേക്ക് വരികയും ഇവിടെ വന്ന് പ്രാർത്ഥിച്ച് അനുഗ്രഹങ്ങൾ പ്രാപിച്ചു പോവുകയും ചെയ്യുന്ന ഒരു പുണ്യ തീർത്ഥാടന കേന്ദ്രമാണ് ഇരിങ്ങാലക്കുട രൂപതയിലെ കനകമല എന്ന് പറയുന്ന സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന ഈ തീർത്ഥാടന കേന്ദ്രം. ഇവിടെ താഴത്തെ ദേവാലയം സെൻറ് ആന്റണീസ് ചർച്ചും മുകളിൽ കുരിശുമലയിലെ സെൻറ് തോമസിൻ്റെ കുരിശടിയുമാണുള്ളത്.
ഇവിടെ രണ്ട് തീർത്ഥാടന കേന്ദ്രങ്ങളാണ് ഇവിടെയുള്ളത്. നോമ്പിലെ എല്ലാ ദിവസങ്ങളിലും കുരിശുമല കയറ്റവും പ്രാർത്ഥനകളും ഇവിടെയുണ്ട്. തൃശ്ശൂർ ജില്ലയിലെ ചാലക്കുടിക്കടുത്തുള്ള ഈ കനകമലയിൽ ഇവിടെ വരുന്ന തീർത്ഥാടകർക്ക് വേണ്ടി എല്ലാവിധ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കുവാനും രാപ്പകലില്ലാതെ അധ്വാനിക്കുന്ന ഒരു ഇടവക സമൂഹവും അവർക്ക് നേർച്ചതഞ്ഞു കൊടുക്കുവാനും മറ്റ് സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുവാനുമായി അധ്വാനിക്കുന്ന ഒരു വിഭാഗമാണ് ഈ കുരിശുമല തീർത്ഥാടനത്തിനെ അനുഗ്രഹദായകമാക്കി മാറ്റുന്നത്. കേരളത്തിലെ വിശ്വാസികൾ പ്രായ മതഭേദമന്യേ ഇവിടെ വരുമ്പോൾ വിശ്വാസം ക്ഷയിച്ചു പോകുന്ന ഒരു കാലഘട്ടത്തിൽ ഒരു പ്രത്യാശയുടെ സന്ദേശം ഈ കുരിശുമല തീർത്ഥാടനം നമുക്ക് നൽകുന്നുണ്ട്. പ്രത്യേകമായിട്ട് നമ്മൾ നോക്കുമ്പോൾ നമുക്കിവിടെ കാണാം ഒരു പറ്റം യുവാക്കൾ എല്ലാ ദിവസവും വന്ന് മല കയറി പ്രാർത്ഥിക്കുകയും ഇവിടെ ആവശ്യമുള്ള സഹായങ്ങൾക്കെല്ലാം ഓടിയെത്തുന്ന യുവാക്കളൊക്കെ നമുക്ക് ഭാവിയുടെ പ്രതീക്ഷയായിട്ട് മാറുന്നതും വിശ്വാസത്തിന്റെ ചൈതന്യത്തിന് ഒരു ഉണർവേകുന്നതുമൊക്കെ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ഇരിങ്ങാലക്കുട രൂപതയിലെ കനകമല പള്ളിയിലെ ഫെബ്രുവരി 15 മുതൽ തീർത്ഥാടനം തുടങ്ങിയിരിക്കുകയാണ്. അത് ആ വിവരം നിങ്ങളെല്ലാവരും അറിഞ്ഞിരിക്കുമെന്ന് വിശ്വസിക്കുന്നു. ഈ ദിവസങ്ങളിലെല്ലാം മല കയറി മുത്തപ്പൻ്റെ അനുഗ്രഹം വാങ്ങി കാര്യങ്ങൾ സാധിക്കുമെന്ന് ഉറപ്പായി ഈ കനകമല ഇടവക്കാരും വന്നുപോയി ഈ മുത്തപ്പൻ്റെ അനുഗ്രഹം സ്വീകരിച്ചവരും ഇപ്പോഴും പറയുന്നുണ്ട്. അതെല്ലാവർക്കും വിശ്വാസമുള്ള ഒരു കാര്യവുമാണ്. അതിനാൽ എല്ലാ കാര്യങ്ങളും നമ്മൾക്ക് മുത്തപ്പൻ്റെ അടുത്ത് വന്ന് മല കയറാനും അതുപോലെ ഇവിടെ വന്ന് നേർച്ചക്കഞ്ഞി നമ്മൾ കൊടുക്കുന്നുണ്ട്. വരുന്ന ഭക്തർക്കും മറ്റെല്ലാ ജനങ്ങൾക്കും ഇവിടെ അതിനുള്ള എല്ലാവിധ സൗകര്യങ്ങളും, ലൈറ്റിൻ്റെ സൗകര്യം, ബാത്റൂം സൗകര്യം, അതുപോലെ പള്ളിയിൽ എല്ലാ നേരങ്ങളിലും സംസാരിച്ച് ഖുർആന കൈക്കൊള്ളാനുള്ള സൗകര്യങ്ങളും മറ്റെല്ലാം നമ്മൾ ഈ ഇടവക ജനങ്ങൾ ചെയ്യുന്നുണ്ട്. വരുന്നവരുടെ എല്ലാവിധ സഹായ സഹകരണങ്ങളും നമ്മൾക്ക് കിട്ടുന്നുണ്ട്. അതുകൊണ്ട് വരുന്ന എല്ലാ ഭക്തജനങ്ങൾക്കും ഈ ഇടവകയുടെ പേരിലും ഈ കനകമല പള്ളിയുടെ പേരിലും എല്ലാവർക്കും എല്ലാവിധ ആശംസകളും നേർന്നുകൊള്ളുന്നു. തൃശ്ശൂർ ജില്ലയിലെ ഏക കുരിശുമടി തീർത്ഥാടന കേന്ദ്രമായ കനകമല കുരിശുമടി തീർത്ഥാടന കേന്ദ്രത്തിൽ സെപ്റ്റംബർ 15 മാർ പോളി കണ്ണുകാടൻ പിതാവിൻ്റെ നേതൃത്വത്തിൽ ഉദ്ഘാടനം ചെയ്യപ്പെട്ട തീർത്ഥാടനം ഏപ്രിൽ 12 വരെയാണ് ഇവിടെ തീർത്ഥാടനം ഉണ്ടായിരിക്കുക. ഇവിടെ വരുന്ന എല്ലാ ഭക്തജനങ്ങൾക്കും വിശിഷ്യ നേർച്ചക്കഞ്ഞി എല്ലാവർക്കും കൊടുക്കുന്നതാണ്. ഏകദേശം 100,000-ഓളം പേരാണ് ഒരു തീർത്ഥാടന കാലയളവിൽ മല കയറി പ്രാർത്ഥിച്ച് ഇറങ്ങിപ്പോകുന്നത്. അവർക്കെല്ലാവർക്കും തന്നെ അടിവാരം പള്ളിയിൽ നേർച്ച കഞ്ഞി വിതരണം ഉണ്ടായിരിക്കും. ഈ നേർച്ച കഞ്ഞി വിതരണത്തിൻ്റെ കൺവീനർ സൈമൺ കറൂറ്റിക്കാരനാണ്. ഇവിടെ നേർച്ചക്കഞ്ഞി പാചകം ചെയ്യുന്നത് യൂണിറ്റ് അടിസ്ഥാനത്തിലാണ്. ഒരു എണ്ണയിട്ട യന്ത്രം പോലെയാണ് ഇവിടെ ഇതിൻ്റെ പ്രവർത്തനങ്ങൾ. എത്രമാത്രം തീർത്ഥാടകർ വന്നാലും ഈ നേർച്ചക്കഞ്ഞി എല്ലാവർക്കും ഞങ്ങൾ കൊടുക്കുന്നതാണ്. അതുപോലെ തന്നെ ഇവിടെ പാർക്ക് ചെയ്യാനുള്ള സൗകര്യം വിശിഷ്യ എല്ലാവർക്കും വിശിഷ്യ വെള്ളിയാഴ്ച, ശനിയാഴ്ച, ഞായറാഴ്ച ഈ 3 ദിവസങ്ങളിലാണ് ഏറ്റവും കൂടുതൽ ഭക്തജനങ്ങളെ കനകമല തീർത്ഥാടന കേന്ദ്രത്തിൽ എത്തിച്ചേരുന്നത്. അവർക്ക് വേണ്ട എല്ലാ അടിസ്ഥാന സൗകര്യങ്ങളും ഇവിടെ കനകമല പള്ളിയിൽ അടിവാരത്ത് ചെയ്തു കൊടുക്കുന്നതാണ്. അതുപോലെ തന്നെ മല കയറി ഇറങ്ങി വരുന്നവർക്ക് വേണ്ട സൗകര്യങ്ങൾ, മറ്റുള്ള സൗകര്യങ്ങൾ, ബാത്റൂം സൗകര്യങ്ങൾ അടക്കമുള്ള സൗകര്യങ്ങൾ എല്ലാം നമ്മളിവിടെ ചെയ്തു കൊടുക്കുന്നതാണ്. കനകമല തീർത്ഥാടന കേന്ദ്രത്തിൻ്റെ ഇടവകയുടെ ഒരു കൂട്ടായ്മയുടെ ഭാഗമായിട്ട് ഇവിടെ കഞ്ഞി വിതരണം ചെയ്യുന്നുണ്ട്. അതായത് തിങ്കൾ മുതൽ വ്യാഴം വരെ വൈകിട്ട് 7 മണി മുതൽ 10 മണി വരെയും, വെള്ളി, ശനി, ഞായർ വൈകിട്ട് 7 മണി മുതൽ 11 മണി വരെയും, വെള്ളിയാഴ്ച 10 മണി മുതൽ 2 മണി വരെ ഉച്ചയ്ക്ക് അങ്ങനെ കഞ്ഞി നേർച്ച ഭക്ഷണം കൊടുക്കുന്നുണ്ട്. അതിന് ഇടവക്കാരുടെയും യൂണിറ്റ് അടിസ്ഥാനത്തിലാണ് ഭക്ഷണം പാകം ചെയ്യുന്നത്. എല്ലാവരുടെയും നല്ല സഹകരണമാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. കനകമല തീർത്ഥാടനത്തിന് എല്ലാ സംഘടനകളുടെയും സഹകരണം ഇവിടെയുണ്ട്. CYM, മാതൃസംഘം, മറ്റുള്ള എല്ലാ സംഘടനകളും നല്ല രീതിയിലുള്ള സഹകരണം ഉണ്ടാകുന്നു. എൻ്റെ കർത്താവ്, എൻ്റെ ദൈവമേ എന്ന് തൻ്റെ ഗുരുവിനെ വിളിച്ചപേക്ഷിച്ച സെന്റ് തോമസിൻ്റെ
കനമല കുരിശുമുടിയിലെ തീർത്ഥാടനത്തിനുള്ള കുരിശിന്റെ വഴി ആരംഭിക്കുന്നത് ഇവിടെ നിന്നാണ്. ഇതാണ് ഒന്നാം സ്ഥലം. ഈ കനകമല 1939 കാലഘട്ടം തുടങ്ങി ചെറിയ രീതിയിൽ തീർത്ഥാടനം ആരംഭിച്ചു. പിന്നെ അന്നത്തെ സൗകര്യങ്ങൾ കുറവും കാര്യങ്ങളൊക്കെ മൂലം അങ്ങനെ അങ്ങോട്ട് പോകുന്നു. ഇപ്പോൾ കുറച്ച് നാളായിട്ടാണ് ആധുനിക സൗകര്യങ്ങളൊക്കെ കൂടിയതിന് ശേഷമാണ് ഇത്രയും വലിയ ഒരു മഹാ തീർത്ഥാടനമായിട്ട് മാറിക്കൊണ്ടിരിക്കുന്നത്. ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത വെള്ളിയാഴ്ചകളിൽ കാലത്ത് തുടങ്ങി കഞ്ഞി ഉണ്ടായിരിക്കും. മല കയറി ഇറങ്ങി വരുമ്പോൾ കഞ്ഞിയും ചമ്മന്തി ഉണ്ടായിരിക്കും. ബാക്കിയുള്ള ദിവസങ്ങളിൽ ശനി ഞായർ ബാക്കി എല്ലാ ദിവസങ്ങളിലും വൈകിട്ട് 6 മണിക്ക് തുടങ്ങി കഞ്ഞി ഉണ്ടായിരിക്കും. അത് 10 മണി വരെയാണ് സമയം, പലപ്പോഴും 12 മണി വരെയൊക്കെ കൊടുക്കാറുണ്ട്. അങ്ങനെയാണ് അതിൻ്റെ ഈ കനകമല തീർത്ഥാടനത്തിൻ്റെ ഏറ്റവും വലിയ സവിശേഷത അല്ലെങ്കിൽ അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ചാൽ ഈ നാടിൻ്റെ മൊത്തം ഒരു പ്രാർത്ഥനയുടെ ഒരു കൂട്ടായ പ്രവർത്തനത്തിൻ്റെ ആണ് ഈ മലയുടെ വിജയം. ഇവിടെ ഈ തീർത്ഥാടനം തുടങ്ങുന്നതിന് 8 ദിവസം മുൻപ് തന്നെ ഒരു വിശദീകരണ ധ്യാനം നടത്തും. അതിനു മുന്നേ എല്ലാവരും കുമ്പസാരിച്ച് ഒരു വിശദീകരണ ധ്യാനം നടത്തി മാനസികമായി നല്ലൊരു ഒരുക്കം നടത്തും. അതിനുശേഷം ഈ നോയമ്പ് തുടങ്ങിയാൽ വിഭൂതി എന്ന് പറയും. അതിൻ്റെ പിറ്റേ ദിവസം അന്ന് തുടങ്ങി കാതുകളിലെല്ലാവരും ഈ നാട്ടുകാരുടെയും ഇവിടുത്തെ എല്ലാവരുടെയും കാതുകളിൽ കനകമല മുത്തപ്പൂ പൊന്മല കയറ്റം എന്നുള്ള ആ ശരണം വിളിയുടെ കാഹളമായിരിക്കും എല്ലാവരും ചുവട്ടിൽ ഓതിക്കൊണ്ടിരിക്കുന്നതും കേൾക്കുന്നതും. അതുകൊണ്ട് തന്നെ ഒരുപാട് അനുഗ്രഹത്തിൻ്റെ ദിവസങ്ങളായിരിക്കും പിന്നീടുള്ള 50 ദിവസം. അനുഗ്രഹങ്ങൾ വാരിച്ചെറിയുന്ന ഓരോരുത്തരുടെ ആവശ്യങ്ങൾ അതൊക്കെ നിയോഗം വെച്ച് ഇവിടെ ആൾക്കാർ പ്രാർത്ഥിച്ച് പലർക്കും മക്കളില്ലാത്ത പ്രശ്നം, മക്കളെ നല്ല രീതിയിലല്ലാത്ത പ്രശ്നം, ലഹരിക്ക് അടിമയായ ഒരു പ്രശ്നങ്ങൾ, മക്കളെ വിവാഹം ചെയ്ത് പോകാത്ത അങ്ങനെ ഒരുപാട് ആവശ്യങ്ങളും നിയോഗങ്ങളും അതൊക്കെ ഇവിടെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിച്ച് അവർക്ക് അതിനൊക്കെ വളരെ റിസൾട്ടും അനുഗ്രഹവും കിട്ടി പോകുന്നുണ്ട്. ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇവിടെ 150 തരം കമ്മിറ്റികളും കാര്യങ്ങളായിട്ട് അതിൽ പ്രവർത്തിക്കേണ്ട ആളുകൾ അവരൊക്കെ ഒരേ എണ്ണയിട്ട യന്ത്രം പോലെ പ്രവർത്തിക്കും. കഞ്ഞി വയ്ക്കുന്നതിനൊരു ടീം, പരിസരം വൃത്തിയാക്കുന്നതിനൊരു ടീം, പാത്രങ്ങൾ കഴുകുന്നതിനൊരു ടീം, ഫസ്റ്റ് എയ്ഡ് നടത്തുന്നതിനൊരു ടീം, മലയിൽ എന്തെങ്കിലും ആളുകൾക്ക് അപകട കാര്യങ്ങൾ വന്നാൽ അവരെ കൊണ്ടുപോകുന്നതിന് വേണ്ടിയുള്ള ഒരു മെഡിക്കൽ ടീം, അവരെ നമ്മൾ CPR കാര്യങ്ങളും കൊടുക്കാൻ വേണ്ടി ഒരു നല്ല വിദഗ്ധ ഡോക്ടർ സംഘം വെച്ച് അവരെ നമ്മൾ പരിശീലിപ്പിക്കും. അത് കഴിഞ്ഞ് ഇവിടെ വന്നാൽ കൊടുക്കാൻ 2 ഡോക്ടറും 3 നേഴ്സും സംവിധാനങ്ങളും എല്ലാം ഇവിടെ റെഡിയാണ്. അതുപോലെ തന്നെ വരുന്നവർക്ക് കൈയും കാലും കഴുകാൻ വാഷ്റൂം സൗകര്യങ്ങൾ ആവശ്യം പോലെ ഒരുക്കിയിട്ടുണ്ട്. പാർക്കിങ്ങിനുള്ള എല്ലാ സൗകര്യവും ഉണ്ട്. പ്രാർത്ഥനയ്ക്കും കുമ്പസാരിക്കാനായിട്ട് സ്ഥിരമായിട്ട് അച്ഛന്മാരും കാര്യങ്ങളും അങ്ങനെയുണ്ട്. അങ്ങനെ ഈ 50 ദിവസം ഇവിടെ പ്രാർത്ഥനയിലും അനുഗ്രഹങ്ങളിലും ഏറ്റവും വലിയ എല്ലാവരും ഒരു സേവന വേതന വ്യവസ്ഥകളില്ലാതെ എല്ലാവരും അവരവരുടെ മനസ്സിൻ്റെ തൃപ്തിക്കനുസരിച്ച് മനസ്സിൻ്റെ ഇഷ്ടം കൊണ്ട് ആത്മാർത്ഥതയുടെ നാനാജാതി മതസ്ഥരും ഈ നോയമ്പ് കാലത്തിന് തീർത്ഥാടനത്തിന് നെഞ്ചിലേറ്റി പ്രവർത്തിക്കുന്നവരാണ്. ഞങ്ങൾ ഈശോയോടുള്ള സ്നേഹത്തെ പ്രതി കയറുന്നതാണ്. നിയോഗം വെച്ചുകൊണ്ട് ഞങ്ങളിങ്ങനെ കയറുകയാണ്. ഓരോ സ്ഥലത്തിനും ഓരോ പ്രത്യേക നിയോഗങ്ങളുണ്ട്, അത് വെച്ച് ഞങ്ങൾ കയറുന്നു. പീഡാസഹനത്തോട് ചേർന്ന് ഞങ്ങൾ കയറുന്നു. ഈശോയുടെ പീഡാസഹനത്തോടെ നമ്മുടെ സഹനങ്ങളും കൂട്ടിച്ചേർക്കുകയാണ് അല്ലേ? എന്താണ് ഈ സഹനത്തിലൂടെ നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? തിരുസഭയിലേക്ക് ധാരാളം നല്ല ദൈവവിളികൾ ഉണ്ടാകണം, ഒരുപാട് ആത്മാക്കൾ രക്ഷപ്പെടണം. ഇതാണ് ഇപ്പോൾ കനകമല കുരിശിന്റെ വഴിയിൽ പാതി വഴിയിലാണ് എത്തി നിൽക്കുന്നത്. വിശ്വാസ ജീവിതത്തിലേക്ക് യുവജനങ്ങളും എത്തി നോക്കുന്നു, യുവജനങ്ങളും കടന്നു വരുന്നു എന്നതിൻ്റെ തെളിവാണത്. അവർ യുവജനത്തിൻ്റെ യുവക്കരുത്ത് മറ്റുള്ളവർക്ക് ദാഹജലം മുകളിലെത്തിക്കുന്ന ഒരു സത്ക്രിയ കൂടി ചെയ്തുകൊണ്ടാണ് അവർ അവരുടെ വിശ്വാസ പ്രഖ്യാപനം നടത്തുന്നത്. നമുക്ക് നമ്മുടെ ഈ കുഞ്ഞു കൂട്ടുകാരെ ഒന്ന് പരിചയപ്പെടാം. എൻ്റെ പേരെന്താ? ഫ്രാൻസൻ. എന്താണ്? ഞാൻ ഇപ്പൊ 10ൽ പഠിക്കണ്. അതെ. എന്താ ഈ വൈകുന്നേരം നേരത്തെ ഇങ്ങനെ മറ്റേ മുള്ളിൽ കയറാന്ന് കരുതിയിട്ട്? ഇന്ന് കുരിശിന്റെ വഴിയല്ലേ, അതുകൊണ്ട് കയറാന്ന് വെച്ചാ. ഈ നോയമ്പിൽ ഇന്നും വരാറുണ്ടോ അവിടെ? വരാറ് ഇക്കൊല്ലം ആദ്യമായിട്ട്. ഈസ്റ്റർ വരെ വരുമോ? ഈസ്റ്റർ വരെ വരണമെന്നുണ്ട്. കൂട്ടുകാരെയൊക്കെ വിളിച്ചിട്ട് വരിക. വിശ്വാസ ജീവിതത്തിലേക്കും കനകമല കുരിശുമുടിയിലേക്കും വൃദ്ധരും മധ്യവയസ്കരും മാത്രമല്ല കുട്ടികളും യുവജനങ്ങളും കടന്നു വരുന്നുണ്ട്. അത്തരത്തിൽ കടന്നു വന്നിരിക്കുന്ന ഒരു യുവജന പ്രതിനിധിയാണ് നമ്മോടൊപ്പം ഉള്ളത്. നമ്മുടെ പേരെന്നാ? അന്നാറോസ് ബാബു. എന്താ ഈ കനകമലയ്ക്ക് വരാനും ഈ വിശ്വാസത്തിലേക്ക് എത്താനായിട്ടുള്ള ഒരു കാരണം? ഞാൻ കഴിഞ്ഞ പ്രാവശ്യം കയറാന്ന് വിചാരിച്ചില്ലായിരുന്നു എല്ലാ ദിവസം, എനിക്ക് പറ്റിയിരുന്നില്ല. ഈ പ്രാവശ്യം ഇങ്ങനെ എല്ലാ ദിവസം കയറണം നല്ല ആഗ്രഹമുണ്ട്, ഇഷ്ടപ്പെട്ട് വരുന്നതാണ്.
ഹരിദാസം വരണം. ഇപ്പൊ ഈ ദിവസങ്ങൾ ഒരു ദിവസം മുടങ്ങിയിട്ടുണ്ട്, ബാക്കി ദിവസം വന്നിരുന്നു. ഇങ്ങനെ മുന്നോട്ട് പോകണമെന്ന് ആഗ്രഹമുണ്ട്. നോയമ്പിന് ഇനി എല്ലാ ദിവസവും വരുമോ? വരാൻ ശ്രമിക്കും. നിങ്ങളെ കണ്ടപ്പോഴേ ഒരുമാതിരി മല കയറി ക്ഷീണിച്ച് വയ്യായ മാതിരി തോന്നുന്നുണ്ട്. അപ്പോൾ ഈ നോയമ്പ് കാലത്തൊന്നും മല കയറാൻ വരാറുണ്ടോ? നോമ്പ് കാലത്ത് എല്ലാ ദിവസവും വരാറില്ല. നോമ്പ് സമയമായതുകൊണ്ട് നമ്മൾ ഇവിടെ വന്നപ്പോൾ ഈ വെള്ളിയാഴ്ച പെട്ടെന്ന് തോന്നി, വെള്ളിയാഴ്ച അല്ലേ, അപ്പോൾ ഒന്ന് മല കയറാമെന്നൊരു ആഗ്രഹം ഞങ്ങൾക്ക് തോന്നി. അങ്ങനെ കയറി എല്ലാ വർഷവും ഒരു 3-4 വർഷമായിട്ട് കയറുന്നുണ്ട്. അങ്ങനെ കയറുമ്പോൾ ഒരു ബുദ്ധിമുട്ട് തോന്നും, പക്ഷെ കുഴപ്പമില്ല, അതൊരു സന്തോഷമാണ്. അതിൻ്റെ മേലെ എത്തുമ്പോൾ പിന്നെ ഈശ്വരനെ കണ്ട് കഴിയുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. മലയാറ്റൂരുണ്ട്, പക്ഷേ ഇല്ല, കനകമലയ്ക്ക് ഇത്തിരി പാടാണ് കയറാൻ. അപ്പോൾ പിന്നെ അത് ചെയ്യാൻ കൂടുതൽ ത്യാഗമായിക്കോട്ടെ എന്നോർത്ത് കനകമല തിരഞ്ഞെടുത്തു. ഭയങ്കര സന്തോഷമുണ്ട്. കയറി ഇറങ്ങിയപ്പോൾ ഭയങ്കര ഒരു സമാധാനം, ഒരു പ്രത്യേക പ്രവൃത്തി ചെയ്തു എന്നുള്ള നോമ്പ് സമയത്ത് ഭയങ്കര സന്തോഷം.